ഗവർണർ ആക്രമിക്കപ്പെട്ടാൽ പിന്നെ ആ സംസ്ഥാനത്തെ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാനുള്ള ന്യായമായി എന്ന് നിങ്ങളിലൊരാൾ, നിങ്ങളെന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്നവരല്ല, മാധ്യമപ്രവർത്തകരിൽ ഒരാൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ വഴിയും ചിന്തിച്ചിനോ എന്ന് പറയാൻ പറ്റില്ല. ഏതായാലും നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകരമായ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് എന്നത് വ്യക്തമായിരിക്കുന്നു. അത് രാജ്യത്തിന് മുന്നിൽ അദ്ദേഹത്തിൻ്റെ ചെയ്തികളിലൂടെ വെളിവാക്കി കൊടുക്കാനും കഴിഞ്ഞിരിക്കുന്നു. അതാണ് കാണേണ്ടത്. അദ്ദേഹം കത്ത് കൊടുത്താലും കത്ത് കൊടുത്തില്ലെങ്കിലും Z+ കാറ്റഗറിയുള്ള ഗവർണർക്ക് സുരക്ഷ കൊടുക്കാനുള്ള ഉത്തരവാദിത്വം കേരള പോലീസിനുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനിഷ്ടം വെച്ചല്ല സുരക്ഷ കൊടുക്കുന്നത്. അത് ആ സ്ഥാനത്തിനുള്ള സുരക്ഷയാണ്. ആ സുരക്ഷ നിർബന്ധമായും കൊടുത്തിരിക്കും. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്റെ സുരക്ഷാ വലയങ്ങളെല്ലാം ഭേദിച്ചുകൊണ്ട് SFI പ്രവർത്തകർക്ക് മുമ്പിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് അദ്ദേഹം തന്റെ സുരക്ഷാ വീഴ്ചയെപ്പറ്റി പറയുന്നു. മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കുന്നു. ഒരു യൂണിവേഴ്സിറ്റിയിലേക്കും ഗവർണറെ പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് SFIക്കാരോടുള്ള പ്രതികരണമാണെന്ന തരത്തിലേക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കുള്ളിൽ പ്രവേശിക്കുന്നു. വിദ്യാർത്ഥികളെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ, ചൊടിപ്പിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു. യാതൊരു സുരക്ഷയുമില്ലാതെ തനിക്ക് സുരക്ഷയൊന്നും വേണ്ട എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കോഴിക്കോട് പോലെയുള്ള ഒരിടത്ത്, അത്രമേൽ തിരക്കുള്ള ഒരിടത്ത് അദ്ദേഹം മിഠായി തെരുവ് പോലൊരിടത്തുകൂടി നടന്നു നീങ്ങുന്നു. എന്താണ് ഗവർണർ ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്? ഗവർണർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് കൃത്യമായി വെളിപ്പെടുത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം. ഈ കോഴിക്കോട് കാണാനിറങ്ങിയ ഗവർണർ കേരളത്തെ കുറിച്ച് എന്താണ് മനസ്സിലാക്കിയത്, എന്താണ് പഠിച്ചത്? ഗവർണർ ഈ സാധാരണ പ്രോട്ടോക്കോളൊക്കെ ലംഘിച്ച് ഇറങ്ങിയത് സാധാരണ പ്രോട്ടോക്കോളിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അത് നമ്മുടെ ഇതുപോലുള്ള സ്ഥാനത്തിരിക്കുന്നവർ ചെയ്യേണ്ട ഒരു നടപടിയല്ല. നേരത്തെ മുൻകൂട്ടി അറിയിക്കുക, അതനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക, അതൊക്കെയാണ് സാധാരണയുള്ളത്. പക്ഷേ ഇതിനുള്ളൊരു മറ്റൊരു പ്രത്യേകത അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും. ഈ നമ്മുടെ രാജ്യത്ത് ഇതുപോലുള്ള ആളുകൾക്ക് ഈ ഒരു നോട്ടീസും ഇല്ലാതെ പെട്ടെന്ന് ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന എത്ര സ്ഥലങ്ങൾ വേറെയുണ്ട്, എത്ര സംസ്ഥാനമുണ്ട്. അതാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത. കേരളത്തിൽ ചെല്ലുന്നതിനോ നടക്കുന്നതിനോ സാധാരണഗതിയിൽ ഒരു പ്രയാസമില്ല. അപ്പോൾ കേരളത്തിൻ്റെ ക്രമസമാധാന നില വളരെ ഭദ്രമാണ് എന്ന് ഈ ഗവർണർക്ക് തന്നെ ഇതിലൂടെ ബോധ്യമാവുകയും അത് തൻ്റെ നടപടിയിലൂടെ രാജ്യത്തെ ബോധ്യപ്പെടുത്തുന്ന നിലയും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയായാലും ഇത് ചെയ്യാൻ പാടില്ല. ഈ ക്രമസമാധാന നില വളരെ ഭദ്രമായാലും ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്നൊരു വ്യക്തി സാധാരണ പ്രോട്ടോക്കോളൊക്കെ ലംഘിച്ച് തോന്നിയ പോലെ ഇറങ്ങി നടക്കുന്നത് അത് അനുകരണീയമായ മാതൃകയല്ല. അത് ചെയ്തത് തീർത്തും തെറ്റായൊരു കാര്യമാണ്. അത് പക്ഷേ അദ്ദേഹം അവിടെ പോയി എല്ലാ കടകളിൽ കയറി അലുവ രുചിച്ച് നോക്കി, നന്നായി. അത് നമ്മുടെ മിഠായി തെരുവിനൊരു നല്ല പ്രശസ്തിയായി. മിഠായി തെരുവ് നേരത്തെ പ്രശസ്തമാണല്ലോ. അപ്പോൾ ഏതായാലും അത് അദ്ദേഹം കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അങ്ങോട്ട് പോകാൻ വേണ്ടി താല്പര്യം കാണിച്ചത്. ഇവിടെ മുഖ്യമന്ത്രി പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഗവർണർ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രശ്നമുണ്ടാക്കി ആ പ്രശ്നത്തിലൂടെ വരുന്ന തെരഞ്ഞെടുപ്പ് കാലയളവിൽ അല്ലെങ്കിൽ ഇനി 2026 ഈ ഭരണസമിതി കഴിയുന്നത് വരെ കേരളത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം, അധികാരം തന്റേത് മാത്രമാക്കി മാറ്റി ഇവിടെ ഗവർണറുടെ, പ്രസിഡന്റിന്റെ അധികാരത്തിൽ കൊണ്ടുവരിക അല്ലെങ്കിൽ പട്ടാള ഭരണം കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശങ്ങളൊക്കെ ആയിരിക്കാം എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. രണ്ടാമതായി അദ്ദേഹം പറയുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള സുരക്ഷയും കൊടുക്കേണ്ട ഉത്തരവാദിത്തം കേരള ഗവൺമെന്റിനില്ല. പക്ഷേ അദ്ദേഹം ഇരിക്കുന്ന പദവി അത് ഗവർണറുടേതാണ്. അവിടെ ആരിരുന്നാലും കൊടുക്കേണ്ട സംരക്ഷണം കൊടുക്കുമെന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രി കൃത്യമായി പറയുന്നു. ആ പറഞ്ഞതിൽ മറ്റൊരു ധ്വനിയും കൂടിയുണ്ട്. അത്തരത്തിൽ സംരക്ഷണമൊന്നും തരാതെ താൻ ആക്രമിക്കപ്പെട്ടു എന്ന തരത്തിലേക്ക് തെറ്റായി വ്യാഖ്യാനിച്ച് അതിനെ തന്റെ അധികാര പരിധിയിലേക്ക് കേരളത്തിനെ കൊണ്ടുവരുന്ന തരത്തിലേക്കുള്ള കരുനീക്കങ്ങൾ നടത്തുന്നതിനുള്ള നാടകമാണെങ്കിൽ അതിവിടെ വിലപ്പോകില്ല എന്ന താക്കീത് നൽകിക്കൊണ്ടുള്ള ഒരു മറുപടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ പൂർണ്ണമായും കേൾക്കാം. ഗവർണർ ആക്രമിക്കപ്പെട്ടാൽ പിന്നെ ആ സംസ്ഥാനത്തെ ഗവൺമെന്റിനെ പിരിച്ചുവിടാനുള്ള ന്യായമായി എന്ന് നിങ്ങളിലൊരാൾ, നിങ്ങളെന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്നവരല്ല,
മാധ്യമപ്രവർത്തകരിൽ ഒരാൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ വഴിയും ചിന്തിച്ചിരോ എന്ന് പറയാൻ പറ്റില്ല. ഏതായാലും നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകരമായ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് എന്നത് വ്യക്തമായിരിക്കുന്നു. അത് രാജ്യത്തിന് മുന്നിൽ അദ്ദേഹത്തിൻ്റെ ചെയ്തികളിലൂടെ വെളിവാക്കി കൊടുക്കാനും കഴിഞ്ഞിരിക്കുന്നു. അതാണ് കാണേണ്ടത്. അദ്ദേഹം കത്ത് കൊടുത്താലും കത്ത് കൊടുത്തില്ലെങ്കിലും Z+ കാറ്റഗറിയുള്ള ഗവർണർക്ക് സുരക്ഷ കൊടുക്കാനുള്ള ഉത്തരവാദിത്വം കേരള പോലീസിനുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനിഷ്ടം വെച്ചല്ല സുരക്ഷ കൊടുക്കുന്നത്. അത് ആ സ്ഥാനത്തിനുള്ള സുരക്ഷയാണ്. ആ സുരക്ഷ നിർബന്ധമായും കൊടുത്തിരിക്കും. അത് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിക്കാൻ ആർക്കും അവകാശമുണ്ടല്ലോ. ജനാധിപത്യ രീതിയിലാണോ പ്രതിഷേധിക്കേണ്ടതെന്ന് അവർ തീരുമാനിക്കണം. എന്തിനാണ് പ്രതിഷേധിക്കുന്നതെന്നും പറയണം. ഇപ്പം നമ്മൾ ഒരു പ്രതിഷേധം പറഞ്ഞല്ലോ നേരത്തെ. ആ പ്രതിഷേധത്തെക്കുറിച്ചാണല്ലോ നമ്മൾ പരാമർശിച്ച്. അവർ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ഇത് ചാൻസലർ എന്ന നിലക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തു, അതിനെതിരെയാണ് പ്രതിഷേധം. ഇവിടെ എന്തിനെതിരെയാണ് പ്രതിഷേധം? ഈ നവകേരള യാത്രയിൽ ആ യാത്ര ഏത് തരത്തിലാണ് KSUവിനോ യൂത്ത് കോൺഗ്രസിനോ എതിരായിട്ട് വരുന്നത്? ഇനിയല്ല കോൺഗ്രസിനെതിരായിട്ട് വരുന്നത്? ആ ഭാഗം പറയണ്ടേ? ഇതുവരെ നിങ്ങൾ കേട്ടോ പറയുന്നത്? ആരും പറഞ്ഞില്ലാരോ, എവിടെയും കേട്ടില്ലാരോ. അപ്പോൾ ജനാധിപത്യ സംവിധാനത്തിൽ അതും പ്രധാനമാണ്. എന്തിനാണെന്നുള്ളത് ജനാധിപത്യപരമായി പ്രതിഷേധിക്കുന്നതിന് എല്ലാവർക്കും അവകാശമുണ്ട്.